3 മാസത്തിനിടെ രണ്ടാം തവണയും ഗാർഹിക സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ചതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സാധാരണക്കാർ. വരുമാനത്തിൽ വർധനയില്ലാതെ ചെലവ് വർദ്ധിക്കുമ്പോൾ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആകുമെന്ന് അറിയില്ല എന്നാണ് ആളുകളൊക്കെ പറയുന്നത്. തീർച്ചയായും ഇപ്പോൾ ഇന്ധനവില ഗാർഹിക പാചകവാതകത്തിനാണ് വില കൂട്ടിയിട്ടുള്ളത്. 3 മാസത്തിനിടെ രണ്ടാം തവണയാണ് വർദ്ധിപ്പിക്കുന്നത്. ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ഗ്യാസിന്റെ വില ഇങ്ങനെ കൂടിക്കൊണ്ട്. എന്താണ് ചേച്ചി? ഗ്യാസിൻ്റെ വില ഇങ്ങനെ ദിവസം തോറും കൂടുന്നതുകൊണ്ട് ഞങ്ങളെ മാതിരിയുള്ള ആൾക്കാരാണ് കഷ്ടപ്പെടുന്നത്. എന്താ വെച്ചാൽ ഞങ്ങൾ കൂലിപ്പണിക്ക് പോകുന്നതാണ്. കൂലിപ്പണിക്ക് പോകുന്ന ദിവസം പണി ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. മഴ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത പറമ്പിൽ നിന്നൊക്കെ അവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓലയോ എന്തെങ്കിലും എടുത്ത് കത്തിക്കുക. ഈ മഴക്കാലത്ത് ഞങ്ങൾ എന്ത് ചെയ്യും? അതുപോലെ ഇങ്ങനെ പെട്ടെന്ന് വില വർദ്ധിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് തീരെ കഴിയുന്നില്ല. ഇത് ഇടപെടേണ്ടത് അധികാരികളാണല്ലോ. അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു മനുഷ്യർക്ക് വേണ്ടിയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്നാണ് തോന്നുന്നത്. അതൊക്കെ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എന്താ വെച്ചാൽ അവർക്ക് അവരെ കാര്യം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ സാധുക്കളെ ഞങ്ങളെ മാതിരിയുള്ളവരെ കാര്യമൊന്നും അവർക്ക് അറിയേയില്ല. ഞങ്ങളിപ്പോൾ വാടക വീട്ടിലാണ് കഴിയുന്നത്. ഒക്കെ കൂടി ആകുമ്പോൾ ഞങ്ങൾക്ക് ഈ ഗ്യാസിൻ്റെ വില വർധനവും അതും ഇതൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് തീരെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇനി ഏത് ഗവൺമെൻറ് ആയാലും ശരി. തീർച്ചയായും ഇതാണ് എല്ലാ ആളുകളും പറയുന്നത്. ഇപ്പോൾ കുടുംബ ബജറ്റ് താളം തെറ്റുന്ന വീട്ടമ്മയാണ് പ്രതികരിച്ചത്. ജോലിക്ക് പോകുന്ന ഏട്ടാ, എന്താണ് നിലവിലവസ്ഥ? നിലവിലവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് കാണുന്നത്. കാരണം ദിവസം പ്രതി ഇങ്ങനെ വരുമാനം ഈ വില കൂട്ടുമ്പോൾ വീട്ടിലെ പ്രശ്നങ്ങളും കാര്യം കുട്ടികൾ സൂക്കേട് സ്കൂൾ തുറക്കലെല്ലാം കൂടി ആകുമ്പോൾ നിത്യവരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. ഈ സാധാരണക്കാരാണ് ആളുകൾ നിരായുധരാണ്, ഒന്നും ചെയ്യാനില്ല. ഈ തങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ട ആളുകളും നിശബ്ദരാണ്. നേരത്തെ വില വർധനവ് ഈ കഴിഞ്ഞ UPA സർക്കാരിൻ്റെ കാലത്ത് ചില വർധനവൊക്കെ ഉണ്ടായപ്പോൾ വളരെ ചെറിയ വില ആയിരുന്നപ്പോൾ പോലും വില വർധന ഉണ്ടാകുമ്പോൾ ഉന്തുവണ്ടിയിലൊക്കെ പ്രതിഷേധം സംഘടിപ്പിച്ച സംഗതിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ മൗനത്തിലാണ്. എന്താണ് തോന്നുന്നത്? ഏറ്റവും നല്ല മൗനമാണല്ലോ. മൗനം വിദ്വാന ഭൂഷണം എന്ന് പറഞ്ഞ മാതിരിയാണല്ലോ. അതുകൊണ്ട് നമ്മളിപ്പോൾ എങ്ങനെ പ്രതികരിച്ചിട്ടും ഇവിടെ മുന്നോട്ട് നടന്നു കാണുന്നില്ല. ഈ ഭരിക്കുന്ന ആളുകൾ ശരിക്കും വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടിയിട്ടല്ല, മുതലാളിമാരുടെ താല്പര്യങ്ങൾക്കാണ് നിലനിൽക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഭരണം മെയിനായിട്ട് കോപ്പറേറ്റീവാണ്. അപ്പോൾ എന്തായാലും അതങ്ങനെ പോവുള്ളൂ. നമ്മളെ കാര്യങ്ങളൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു. അത് നിങ്ങളമായിട്ട് ആൾക്കാർ ഈ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് ഇതൊക്കെ പ്രതികരിക്കുന്നുണ്ടല്ലോ, അതിന് വലിയൊരു കഴിവാണ്. ഇപ്പോൾ ചേച്ചി എന്താണ് വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ദിവസവും? വില കൂടിയാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഗ്യാസിൻ്റെ വില കൂടിയാൽ പിന്നെ ഞങ്ങൾ നിത്യം കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരാണ്. ഇപ്പം 2 പ്രാവശ്യമായിട്ട് വില കൂട്ടി പെട്ടെന്ന്. അപ്പോൾ ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റൂല. ഇപ്പം മഴയാണ്, ദിവസം പണി ഉണ്ടാവുമെന്ന് പറയാൻ പറ്റൂല. അപ്പം നല്ല ബുദ്ധിമുട്ടാണ്. ഇതിന് എന്തെങ്കിലും ഒരു നടപടി അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത്. ആളുകളുടെ എല്ലാവരുടെയും ഇപ്പോൾ നമ്മൾ മൈക്ക് വെച്ച് കഴിഞ്ഞാൽ പ്രതികരിക്കുന്ന എല്ലാ ആളുകൾക്കും പറയാനുള്ളത് ഇത് കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ വരുമാനത്തിൽ വലിയ വർധന ഉണ്ടാകുന്നില്ല. പക്ഷേ ജീവിത ചെലവ് പ്രധാനമായിട്ടും ഈ ഗ്യാസിൻ്റെ വില ഒക്കെ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കെല്ലാം വില വർദ്ധിപ്പിക്കുന്നുണ്ട്. പെട്രോളിന് ഡീസലിന് ഒക്കെ വില വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് നേരത്തെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള പാചകവാതകത്തിന് വില വർദ്ധിപ്പിച്ചിരുന്നത്. രണ്ടാം തവണയാണ് 3 മാസത്തിനിടെ ഈ പാചകവാതകത്തിന് വില വർദ്ധിപ്പിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രയാസമാണ് ആളുകൾ അനുഭവിക്കുന്നത്. ക്യാമറ പേഴ്സൺ ഷെബീറിനൊപ്പം T. അനീസ് അലി, മീഡിയ 1, കോഴിക്കോട്.